കിഴക്കമ്പലത്തെ ജംഗിൾ പാർക്ക് ലയൺസ് ക്ലബ്ബാണ് നടത്തുന്നത് എന്നതാണ് നമ്മളിപ്പോൾ അറിഞ്ഞിട്ടുള്ളത്. ഏതായാലും ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹികൾ ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ലയൺസ് ക്ലബ്ബാണോ ഈ ജംഗിൾ പാർക്ക് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്? അല്ല, ലയൺസ് ക്ലബ്ബ് അല്ല, പഴങ്ങനാട് ലയൺസ് ക്ലബ്ബ് അല്ല നടത്തുന്നത്. അതിലേക്കുണ്ടായ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷത്തോളമായി പഴങ്ങനാട് ലയൺസ് ക്ലബ്ബ് ഇവിടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ചാരിറ്റി രീതിയിലുള്ള ഒത്തിരി ജനസേവനങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ അതിനോട് അനുബന്ധിച്ച് നമ്മളിവിടെ കുട്ടികളുടെ കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടർഫ്, ബാഡ്മിൻ്റൺ കോർട്ട്, അങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്തതിൻ്റെ ഇതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും എൻവയറമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ലയൺസ് ക്ലബ്ബ് ഒത്തിരി പ്രകൃതിക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ തൊട്ടടുത്ത് ഇവിടെ ഇതിനോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് കാട് മൂടിക്കിടന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രകൃതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളൊരു ആശയം നമ്മൾ കുറേ നാളായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കീം വന്നപ്പോൾ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് ആലോചിക്കുകയും അവിടെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ജനോപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം വരികയും അങ്ങനെ നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറേ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുറേ സാധനങ്ങൾ അവർക്ക് കൊടുക്കുകയും അതിന് ഡിസ്ട്രിക്ട് ഗവർണർ ഇവിടെ വരികയും അതിൻ്റെ എൻവയറമെൻറ്റ് വർഷത്തെ ഒരു സ്കീമായിട്ട് നടത്തി അവിടെ ഒരു ഇനാഗ്രേഷൻ നടത്തുകയും ചെയ്യുകയുണ്ടായി. ഇത്രയാണ് പഴങ്ങനാട് ലയൺസ് ക്ലബ്ബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ലയൺസ് ക്ലബ്ബ് തന്നെയാണോ ഇപ്പോൾ ഇതിൻ്റെ ഈ നടത്തിപ്പ്, നിലവിൽ ഇത് നടത്തിപ്പ് ലയൺസ് ക്ലബ്ബ് തന്നെയാണോ? അല്ല, നിലവിൽ 2 ലയൺസ് ക്ലബ്ബിൽ തന്നെയുള്ള 2 മെമ്പർമാരാണ് നിലവിൽ നടത്തുന്നത്. പക്ഷേ ഇതിൻ്റെ ബോർഡിലൊക്കെ ലയൺസ് ക്ലബിൻ്റെ ലോഗോയും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, എംബ്ലമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് സാധാരണ ലയൺസ് ക്ലബ്ബ് ജനോപകാരപ്രദമായ എന്ത് കാര്യം ചെയ്യുമ്പോഴും അവിടെ നമ്മൾ അതിൽ ഈ ലോഗോ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ അതായത് നിങ്ങൾ പറയുന്നത് ഇവിടെ സാധാരണ ലയൺസ് ക്ലബ്ബ് ചെയ്യുന്നത് പോലെ ഒരു സ്ഥലത്ത് അത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങൾ സ്പോൺസർ ചെയ്തു എന്നത് മാത്രമേ ഉള്ളൂ. വേറെ ഇതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ലയൺസ് ക്ലബ്ബിന് വേറെ ചുമതലകളൊന്നുമില്ല. അതെ അതെ അങ്ങനെയല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ ടിക്കറ്റ് വെച്ചിട്ടാണ് എൻട്രി നടക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിൽ ഒക്കെ ലയൺസ് ക്ലബ്ബ് എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ? അല്ല, ഡെയിലിയുള്ള മാനേജ്മെൻറ്റിൻ്റെ നടത്തിപ്പിൻ്റെമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ലയൺസ് ക്ലബ്ബ് ഇടപെടാറില്ല. ഇതിൻ്റെ ഈ പാർക്കിന് ലൈസൻസ് ഇല്ല എന്ന കാര്യം ക്ലബിന് അറിയായിരുന്നു? അല്ല, ഇത് നമ്മൾ സ്റ്റാർട്ടിങ് സമയത്ത് അതിൻ്റെ എല്ലാവിധ പേപ്പറുകളും നേടിയിട്ടാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തതെന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ്. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ഇതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുകയാണ്. അതിന് ലൈസൻസ് ഇല്ല എന്ന് പഞ്ചായത്ത് സെക്രട്ടറി തന്നെ വ്യക്തമാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അങ്ങനെ ആയിരുന്നില്ല തുടക്കം എന്നുള്ളതാണ് എൻ്റെ ഒരു... നിലവിൽ പഞ്ചായത്ത് സെക്രട്ടറി തന്നെ പറഞ്ഞത് ഇതിന് ലൈസൻസ് ഇല്ല എന്നാണ്. അതൊക്കെ അവരുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഞങ്ങൾ ഇൻവോൾവ് ചെയ്യാറില്ല. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് അറിവില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി സാധനങ്ങൾ സ്പോൺസർ ചെയ്തു. അത് ലയൺസിൻ്റെ ഡിസ്ട്രിക്റ്റിൻ്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഇതിലാണ്, എൻവയറമെൻറ്റിൻ്റെ പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ സാധനങ്ങൾ കൊടുത്തത്. അതിൻ്റെ ഇനാഗ്രേഷൻ ഇതിൻ്റെ ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ വന്ന് ഇനാഗ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ വ്യക്തികളാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ഞങ്ങൾക്ക് നേരെ പ്രത്യേകിച്ച് ബന്ധങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പം നടത്തുന്ന 2 പേർ ലയൺസ് ക്ലബ്ബിൽ അംഗങ്ങളാണല്ലോ, അവരാരൊക്കെയാണ്? അത് 2 പേര് മെമ്പറാണ്. നടത്തുന്നവർ ലയൺസ് ക്ലബ്ബിൽ അംഗങ്ങളാണോ? അതെ. ആരൊക്കെയാണ്? അത് വി ജോയി, വറീസ് ഐസക്. അപ്പോൾ ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അപകടം നടന്നു, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇവിടെ ഒരു കുട്ടി മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പഞ്ചായത്ത് ഇതിന് സ്റ്റോപ്പ് മെമ്മോ ഉൾപ്പെടെ കൊടുത്തു. ഇപ്പോഴും പക്ഷേ ക്ലബ്ബ് പാർക്ക് അറിയപ്പെടുന്നത് ലയൺസ് ജംഗിൾ പാർക്ക് എന്ന പേരിലാണ്. അപ്പോൾ ഈ ലയൺസ് ക്ലബ്ബിന് അതൊരു മോശമായിട്ട് വരുന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ക്ലബിൻ്റെ പേര് ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഡിമാൻഡ് ക്ലബിനുണ്ടോ? തികച്ചും ഇത് ജനോപകാരപ്രദമായിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇത് തുടങ്ങിയത്. ഇത് നിയമവിരുദ്ധമായിട്ടാണ് നടക്കുന്നത്. അവിടെ വലിയ ഡ്രഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ നിയമവിരുദ്ധമായി നടക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ക്ലബിന് ഇതിൽ അങ്ങനെ ഒരു നിലപാട് ക്ലബിന് അതിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. ജനത്തിനെതിരായ ഒരു കാര്യങ്ങൾക്കും ഒരിക്കലും ക്ലബ്ബ് സപ്പോർട്ട് ചെയ്യില്ല. നല്ല കാര്യങ്ങൾക്ക് മാത്രമേ ഇതുവരെ നിന്നിട്ടുള്ളൂ. നാളെ അങ്ങനെ തന്നെ ഉണ്ടാവും. ലയൺസ് ക്ലബ്ബ് ഈ നിയമവിരുദ്ധമായി നടത്തുന്ന ഈ പാർക്കിൽ ക്ലബിൻ്റെ പേര് ഒഴിവാക്കണം എന്നാണോ? അല്ല, നിയമവിരുദ്ധം എന്ന്
പറയുമ്പോഴും ഇത് എത്രത്തോളം നിയമവിരുദ്ധമാണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ഇതിൽ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്സ് ഇല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. പഞ്ചായത്ത് സെക്രട്ടറി തന്നെയാണ് ഇപ്പോൾ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ ലൈസൻസ് ഇല്ല, പഞ്ചായത്ത് ഭാരവാഹികൾ പറഞ്ഞു ലൈസൻസ് ഇല്ല എന്ന്. അത് സ്വാഭാവികമായും നിയമവിരുദ്ധമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ അറിവില്ല. കാര്യമായിട്ടില്ല, ഞങ്ങൾക്ക് അറിവില്ല. അത് തന്നെ. അപ്പോൾ നിയമവിരുദ്ധമായി നടക്കുന്ന ഒരു പാർക്ക് എന്ന നിലയിൽ അവിടെ ഈ ക്ലബിൻ്റെ പേര് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇപ്പോഴും ആ പാർക്ക് നടക്കുന്നത്. അത് ഒഴിവാക്കാൻ ക്ലബിൻ്റെ പേര് ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നൊരു ഡിമാൻഡ് ക്ലബിനുണ്ടോ? ഒരിക്കലും വന്നിട്ടില്ലല്ലോ. പാർക്കിൻ്റെ പേര് ലയൺസ്. ക്ലബ് എന്നാണ്. ഈ പാർക്കിൻ്റെ അവിടെ ഗേറ്റിന് ഇപ്പോഴും പോയാൽ നമുക്ക് കാണാം, അവിടെ ലോഗോയുണ്ട്. പാർക്കിൻ്റെ പേരും ലയൺസ് ജംഗിൾ പാർക്ക് എന്ന് തന്നെയാണ്. അല്ല, ലോഗോ വന്ന സാഹചര്യം ഞങ്ങൾ ആദ്യമേ പറഞ്ഞല്ലോ. അതായത് ഞങ്ങൾ എന്ത് പ്രൊജക്റ്റ് ചെയ്താലും ആ പ്രൊജക്റ്റിനോടനുബന്ധിച്ച് അതിൻ്റെ ലോഗോ അവിടെ പ്രദർശിപ്പിക്കാറുണ്ട്. അതിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് പണിതാലും അവിടെ ഞങ്ങൾ ആ ലയൺസിൻ്റെ ലോഗോ പ്രദർശിപ്പിക്കാറുണ്ട്. തീർച്ചയായും ഇതാണ് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾക്ക് പറയാനുള്ളത്. പാർക്ക് നടത്തിപ്പ് 2 പേർ നടത്തുന്നതാണ്. ലയൺസ് ക്ലബ്ബിന് ഇതുമായി ഈ നടത്തിപ്പുമായി മറ്റൊരു തരത്തിലുമുള്ള ബന്ധവുമില്ല എന്ന് തന്നെയാണ് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ പറയുന്നത്. കൊച്ചിയിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ രാംഷാ CP ഇൻ റിപ്പോർട്ടർ, കൊച്ചി.